അടുത്ത ടോപ്പിക് സോഫ്റ്റ്വെയർ പോർട്സ്. എന്താണ് പോർട്ട് എന്ന് പറയുന്നത്? സാധാരണയായിട്ട് ഹാർഡ്വെയർ പോർട്സ് കുറച്ചും കൂടി നമുക്ക് ഫെമിലിയർ പരിചിതമാണ്. എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ ഹാർഡ്വെയർ പോർട്ടിൻ്റെ സഹായത്തോടെയാണ്. അതേപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സാധനമാണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു ക്ലയൻറ്റിനെ ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒന്ന് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. വെബ്സൈറ്റുകൾ നമുക്ക് തുറക്കുമ്പോൾ ആ സമയത്ത് ആ വെബ്സൈറ്റ് നമുക്ക് അവിടെ അതിൻ്റെ വെബ് സെർവറിൽ നിന്നും ലഭ്യമാകുന്നത് HTTPയുടെ സഹായത്തോടെയാണ്. അത് കഴിഞ്ഞാൽ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നമുക്കൊരു ഫയൽ വെബ് സെർവറിൽ നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നു, അപ്പോൾ അതിന് സഹായിക്കുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അതുപോലെ നമ്മൾ ഇമെയിലൊക്കെ അയക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഈ പ്രോട്ടോക്കോളുകളെല്ലാം നമുക്ക് ലഭ്യമാകുന്നതിന് ഈ സോഫ്റ്റ്വെയർ പോർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ പോർട്ടിലൂടെ നമുക്ക് വേറെയും ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇമെയിൽ നമുക്ക് അയക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യണം, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇങ്ങനെയെല്ലാം നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ പോർട്ട് തന്നെയാണ്. ഇനി അതേപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമുക്ക് അതൊരു 16 ബിറ്റുള്ള ഒരു സംഖ്യ തന്നെയാണ്. അപ്പോൾ ആ നമ്പർ നമ്മൾ എഴുതുമ്പോൾ http:/google.co.in അത് കഴിഞ്ഞ് :80. ഈ 80 എന്ന് പറയുന്ന നമ്പറാണ് നമ്മുടെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ പോർട്ട് നമ്പർ. അപ്പോൾ HTTP എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. google.co.in എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ നെയിമാണ്. അത് കഴിഞ്ഞ് അതിനപ്പുറത്തായിട്ട് നമുക്ക് 80 എന്ന് കാണാം. ഇതാണ് അതിൻ്റെ പോർട്ട് നമ്പർ. ഇതുപോലെ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റുകളിലേക്ക് പോകുന്നു അതിനെല്ലാം ആവശ്യമായിട്ടുള്ള പോർട്ട് നമ്പറുകൾ ഉണ്ട്. അപ്പോൾ ആ പോർട്ട് നമ്പറുകൾ അനുസരിച്ചാണ് നമുക്ക് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ പോർട്ടുകൾ 2 തരമുണ്ട്: സോഫ്റ്റ്വെയർ പോർട്ട്, ഹാർഡ്വെയർ പോർട്ട്. ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസസുകളെ കണക്ട് ചെയ്യുന്നതിന്, പ്രിൻ്റർ, സ്കാനർ അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം കണക്ട് ചെയ്യിക്കുന്നതിന് ഉപയോഗിക്കുന്നു. സോഫ്റ്റ്വെയർ പോർട്ടുകളാണെങ്കിൽ ക്ലയൻറ്റിനെ സെർവറിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൽ നിന്നും ഒരു സെർവറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് HTTP എന്ന ഫെസിലിറ്റി, അതായത് വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതേപോലെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, മെയിൽ അയക്കുക, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന ആ പ്രോട്ടോക്കോൾ എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതിൻ്റെ സഹായത്തോടു കൂടി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിലൂടെ നമുക്ക് മെയിൽസൊക്കെ സെൻഡ് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഇമെയിൽ അയക്കുക, അതുപോലെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുക, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും പറ്റും. ഇതിനെല്ലാം പുറമെ നമ്മളിപ്പോൾ http:/google.co.in:80 എന്നിട്ട് കഴിഞ്ഞാൽ ഈ HTTP എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അതുപോലെ google.co.in എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ നെയിമാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ സംഖ്യ ഇതിൻ്റെ പോർട്ട് നമ്പർ ആയിരിക്കും.